ഹലോ ഗൈസ്, അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ രാത്രി ഒരു വ്ലോഗ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഒരു അത്യാവശ്യ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരികയാണ്. അത്യാവശ്യം ചെറിയൊരു സങ്കടകാരിയാണ്. വേറെ ഒന്നുമല്ല, അപ്പൊ നമ്മുടെ അമ്മയും അച്ഛനും നമ്മുടെ ചാനലിൽ നിന്ന് റിസൈൻ ചെയ്യാണ്. അപ്പൊ അമ്മയും മക്കളിലും നിന്ന് അമ്മയും അച്ഛനും റിസൈൻ ചെയ്യാണ്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചിട്ട് അമ്മ പറയുന്നില്ല. അപ്പൊ എന്തായാലും അമ്മ അകത്തുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം, അമ്മയോട് ചോദിച്ചാൽ എന്താ കാരണം. ഓക്കെ, ഞാൻ എന്ത് തെറ്റാണ് അമ്മയോട് ചെയ്തതെന്ന് എനിക്ക് അറിയുന്നില്ല. ഇത്രയും പെട്ടി എല്ലാം പാക്കാണ്, എല്ലാം പോവാണല്ലേ അമ്മ? റിസൈൻ ചെയ്തപ്പോ എന്താ പ്രശ്നം? എന്താണ് എല്ലാം എടുത്ത് അമ്മയെ കെട്ടിയിട്ട് പോവാണ്. 5-6 മാസം അല്ലേ? അപ്പൊ 5-6 മാസം അമ്മയും മക്കളും ഉണ്ടായില്ല. സന്തോഷം, അടിപൊളി. അപ്പോഴേക്കും നല്ല രസമുണ്ട്. അമ്മ തിരിച്ചു വരുമ്പോഴേക്കും ചാനലും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അമ്മയോട് പറഞ്ഞോടുക്കോ ഹാപ്പി ആൻഡ് കൂളിലേക്ക്. എന്താ സന്തോഷം, മോളെ ചാനലിലേക്ക് പോകുമ്പോ ഇതാണ് പ്രശ്നം. മോനും മോള് അമ്മയ്ക്ക് സത്യം പറഞ്ഞ ആരും ഇഷ്ടം എന്ന് പറഞ്ഞ ഇത് ഈ ആരെ ഇഷ്ടം ചോദിക്കാൻ തുടങ്ങിയത് ചെറുപ്പം മുതൽ തൊട്ടാണ്. പിന്നെ ഗൾഫിലാകുമ്പോ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം ആരെയാണ്, എന്നെയാണോ ചേച്ചിനെയാണോ എന്ന്. അപ്പൊ രണ്ടാളിനെ സമ്മതിക്കല്ലേ, എന്നെയാണ് പറയും. ആ നിന്നെയാണോ അല്ല ചേച്ചിനെയാണോ. അപ്പൊ കാര്യത്തിലേക്ക് എന്താ സംഭവം? ഇപ്പം കാര്യത്തിലേക്ക് ഞങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് പോകാം. ചേച്ചിന്റെ വീട്ടിൽ പോകണം. നല്ല സന്തോഷം അല്ലേ? അവര് സന്തോഷമില്ലാതിരിക്കും. അപ്പൊ എനിക്ക് സങ്കടം. നല്ല എത്ര മാസം ഞാൻ സച്ചു മാത്രമാ. അപ്പൊ അമ്മന്റെ വേഷമൊക്കെ എന്താക്കും? അമ്മന്റെ വേഷം സന്ധ്യ ചെയ്തോട്ടെ. എത്ര മാക്സി എടുത്തു? 20 മാക്സി എടുത്തു. അല്ല, ഇത് നിങ്ങൾ യൂട്യൂബറാണോ? ഇത് ചട്ടിയും പട്ടിയൊക്കെ എടുത്തിട്ട് പോണ്, ട്രെയിനിൽ പോണ്? അവിടെ അപ്പച്ചട്ടി, അച്ഛന് അപ്പം വേണം, പിന്നെ മോൾക്ക് അപ്പച്ചട്ടി അവിടെ കിട്ടാനില്ല. അവിടെ അങ്ങനെ ആർക്കും അപ്പത്തിന്റെ ഇതില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് അപ്പച്ചട്ടി, അതല്ലേ പുട്ടിന്റെ പാത്രം, എന്തൊക്കെയാ കൊണ്ടുവന്നോട്ടെ. ഇവിടെ എല്ലാം കെട്ടിയായിട്ട് ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ ഇല്ല, ഇവിടെ ഉണ്ട്, വേറെ ഉണ്ട്. ഇത് ഞാൻ അലൂമിനിയത്തിന്റെ പുട്ടിന്റെ പാത്രം മതി എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ കിട്ടില്ലല്ലോ. ഇതും കൂടി കൊണ്ടുപോകും. അപ്പൊ എന്താ വേണ്ടത്? എന്തിനാ പോകുന്നത് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം, ചില ആൾക്കാർക്ക് അറിയില്ല. എന്തിനാ പോകുന്ന അത് എല്ലാവർക്കും ഒരുവിധം മോളെ ചാനൽ കാണുന്നവർക്ക് അറിയാം. മോള് ഗർഭിണിയാണെന്ന് അറിയാലോ. അപ്പൊ പ്രസവ ടൈം അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ചേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പൊ അമ്മ പോവാണ്, അമ്മയും അച്ഛനും പോവാണ്. ആക്ച്വലി നമ്മളെല്ലാരും 4 ആളും കൂടി ടിക്കറ്റ് എടുത്താ. നമ്മൾ നാളെ പോകേണ്ടതാണ്. പക്ഷെ എനിക്കൊരു ചെറിയൊരു ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് കുടുങ്ങിപ്പോയി. അപ്പൊ കുറച്ച് ഞാൻ ബ്ലോക്ക് ആയിപ്പോയി. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയിട്ട് എല്ലാവരും കൂടി അവിടെ പോയിട്ട് നമുക്ക് വീടൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി ചെയ്തല്ലേ? ചേച്ചി എല്ലാം സെറ്റാക്കി നമ്മൾ പ്രതീക്ഷ. നമ്മൾ അവിടെ എന്താണ് വളക്കാപ്പും ഗംഭീര പരിപാടിയൊക്കെ പ്ലാൻ ചെയ്താണ്. പക്ഷെ ഞങ്ങൾ പെട്ടുപോയി, ഞാൻ സച്ചു പെട്ടുപോയി. എന്റെ ആയുർവേദകാരൻ സച്ചു പിന്നെ എന്റെ കൂടെ ഇരിക്കാനോ രക്ഷിക്കാനോ ഞാനും കുഞ്ഞു. അപ്പൊ നാളെ അച്ഛനും അമ്മയും പോവാണല്ലേ? പോവാണ്. ഓക്കെ, പാലക്കാട് ട്രെയിൻ അല്ലേ ഛത്തീസ്ഗഡിലേക്ക്? എത്ര മണിക്കാണ്? രാവിലെ 11 മണിക്കാണ് ട്രെയിൻ. അപ്പൊ നമ്മള് പുലർച്ചെ 5 മണിക്ക് കോഴിക്കോട് നടക്കും. കോഴിക്കോട് ഞാൻ സച്ചും കൂടി അമ്മയും അച്ഛനും കൊണ്ടാക്കും. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ ഇരുന്ന് ട്രിപ്പൊക്കെ അടിച്ച് ഞങ്ങള് ഓൾ ഇന്ത്യ ഒരു ടൂറൊക്കെ അടിച്ച് ഞങ്ങൾ അടിച്ച് പൊളിക്കും. ഞങ്ങള് പിന്നെ എന്ത് ചെയ്യുമ്പോ നിങ്ങൾ അതന്നെയാ സന്ധ്യ പറയുന്നത്. ഈ ഏട്ടനെ കൊണ്ട് എനിക്ക് കാരണം ഇവൻ പല ചാനലിലും പറയുന്നതാണ്, പീടിയിൽ പോയിട്ട് ഒരു സാധനങ്ങളും വാങ്ങിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഓണം വരയ്ക്കുള്ള സാധനങ്ങൾ, ഓണം വരയ്ക്ക് ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും കുറച്ച് പച്ചക്കറി മറ്റു സാധനങ്ങളൊക്കെ വേണ്ടിയുള്ളൂ. അരി, പഞ്ചസാര, മറ്റേത് മറ്റൊന്നും എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ മേടിക്കില്ല. അപ്പൊ കുഞ്ഞു ബിസ്ക്കറ്റ് എല്ലാ സാധനങ്ങളും അച്ഛനെ കൊണ്ടുവരുന്നത്. കുഞ്ഞിന് പച്ചവെള്ളം കുടിച്ചിരുന്നോ? ഈ പച്ചവെള്ളം കുടിച്ചിരുന്നപ്പോ അപ്പൊ ഒരു സാധനം വാങ്ങിക്കാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞു. അതിൽ 6 മാസം അമ്മയും മക്കളില്ല. 6 മാസം അമ്മയും മക്കളില്ല അല്ലെ? അടിപൊളി. അമ്മയും മക്കളും 6 മാസമല്ല, കുറച്ചായിട്ട് ചിലപ്പോ 6 മാസം വരെ ഉണ്ടായാലും 2-3 മാസം കഴിഞ്ഞ് വരികയായിരിക്കും. പിന്നെ നമ്മൾ അയൽക്കാരോട് എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പോവുകയാണെന്ന്. അപ്പൊ എല്ലാവർക്കും സങ്കടമായിട്ട് നിങ്ങൾ ഇനി എപ്പോഴാ വരിക, ഇനി എപ്പോഴാ വരിക. ഞാൻ പോകുന്ന അമ്പലങ്ങളിലും ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ ഡെയിലി അമ്പലത്തിൽ പോകും. ഡെയിലി അമ്പലത്തിൽ പോകും. അപ്പൊ അവരെ കൊണ്ട് എല്ലാവരും കൊണ്ടുകൊണ്ട് മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ ചുറ്റോട് എല്ലാവരും പറഞ്ഞു ഞാൻ പോവുകയാണ്, മോളെ അടുത്തേക്ക് പോകുന്നത്. എല്ലാവരും പറയും ഇനി എപ്പോഴാ വരിക എന്ന് പറയും. ഞാൻ മോളെ വിളിച്ച് പറഞ്ഞതാ, മോളെ ഞാൻ പോകുന്നത് എല്ലാവർക്കും സങ്കടം ഉണ്ട്. എല്ലാവരും ഞങ്ങൾ അമ്മയും മക്കള് അമ്മേനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരല്ലേ, അവർക്കൊക്കെ അമ്മയെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മിസ് ചെയ്യാൻ പറ്റും. എന്റെ ഫാൻസ് എല്ലാവരും പ്രേക്ഷകര് പറയുമ്പോ എന്റെ പ്രേക്ഷകർ എല്ലാവരും ഹാപ്പി ആൻഡ് കൂൾ കാണണേ. ഞാൻ അതിലുണ്ടാവും. ഉണ്ടാവോ? ഞാൻ ഉണ്ടാവും.
അത് കണ്ടിട്ട് കാര്യമില്ല, അത് ചേച്ചിന്റെ ഡയറക്ഷനാണ്. ഇത് സുജിത്ത് ഞാൻ അമ്മനെ ഇങ്ങനെ അഭിനയിപ്പിക്കുന്നത് അത് ഡയറക്ടറിന്റെ കഴിവാണ്, കഥ കഴിവാണ്. ഇതാണ് എന്നും അല്ല അല്ല എന്നാ പിന്നെ അമ്മ അവിടെ പോയിട്ട് നോക്കും ആക്ട് ചെയ്യണത് എന്താണ്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, അതുപോലെ ചേച്ചി പറഞ്ഞു. അതുപോലെ പിന്നെ എന്നാ പിന്നെ നോക്കാം. ഇവരില്ലേ എപ്പോഴും പറയാം എന്റെ കഴിവാണ്, അമ്മയ്ക്ക് അറിയില്ല ഞാൻ നോക്കാലോ. എന്നാ പിന്നെ നോക്കിക്കോട്ടെ. ഓക്കെ, എന്റെ ഡയറക്ഷൻ അല്ലാണ്ട് ആ ചേച്ചിന്റെ ഡയറക്ഷനിൽ അമ്മ അഭിനയിച്ചിട്ട് ഞാൻ എത്ര അഭിനയിച്ചിട്ടില്ലേ, പക്ഷെ എന്നാലും ഞാന് എന്നാ ആയിക്കോട്ടെ, സമ്മതിച്ചില്ലേ ഞാൻ, അത് ശരി തന്നെയാ. ചേച്ചിക്ക് എന്റെ അത്ര കഴിവ് കിട്ടിയിട്ടില്ല, ചേച്ചിക്ക് എന്റെ അത്ര കഴിവ് കിട്ടിയിട്ടില്ല. ഇതാ കണ്ട, അപ്പൊ കണ്ട മോള് മോനും കണ്ട വ്യത്യാസം കണ്ട. രണ്ടാളും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇവൻ എപ്പോഴും പറയും എനിക്കാണ് കഴിവ്, ചേച്ചിക്ക് അത്രയൊന്നും അറിയില്ല. ഞങ്ങൾക്കൊന്നും തീരെ അറിയില്ല, അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. ഓക്കെ ഗൈസ്, അപ്പൊ നാളെ മുതൽ അമ്മ ഹാപ്പി ആൻഡ് കൂളിൽ അഭിനയിച്ചോളൂ. നാളെ മുതലല്ല, ഞാനിപ്പോ ഓക്കെ 2 ദിവസം വേണം അങ്ങോട്ട് അല്ലേ. പിന്നെ തിരക്കായി, പിന്നെ ഡെലിവറിന്റെ ടൈമൊക്കെ ആയിരിക്കും. എന്തായാലും അമ്മയും മക്കളൊക്കെ ചില സീൻസിലൊക്കെ ഞാൻ വിളിച്ചാൽ ചേച്ചി എടുത്തു തരും അമ്മ. അല്ലെങ്കിൽ ഞാൻ എന്റെ വീഡിയോ ഞാൻ ഒരു 3-4 വീഡിയോ ഇട്ട് നോക്കും, വിജയിച്ചില്ലെങ്കിൽ ഞാൻ കെട്ടും പെട്ടിയെടുത്ത് നേരെ അങ്ങോട്ട് വരും. കാരണം അമ്മയാണ് നമ്മുടെ നട്ടല്, എവിടെ പോയാലും അമ്മയാണ് നമ്മുടെ ചാനലിൽ നട്ടല്. അങ്ങനെ സംഭവിച്ച അഹങ്കാരം കൂടി പോകും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇല്ല, പിന്നെ ഇതൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ കുറെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ. അപ്പൊ നാളെ പാലക്കാട് നമ്മൾ ഇതെല്ലാം കൊണ്ട് എത്തിച്ചേർന്നല്ലേ, കുറെ സാധനമില്ലേ. അച്ഛനോട് അച്ഛനെ ചോദിക്കാൻ പറ്റും. അച്ഛൻ എപ്പോഴും അച്ഛനെ പറ്റും രാത്രി എന്താ പറയാ, നമ്മള് എന്തോ ഒരു പഴഞ്ചൊല്ലി പറയും, എന്തെങ്കിലും തിരയുമ്പോ രാത്രി തിരയുന്നതാണ് അങ്ങനെ പറഞ്ഞു. അതന്നെ, അച്ഛന് ഷർട്ട് ഇപ്പൊ അച്ഛൻ കുറെ ഷർട്ടുകൾ ഒരുമിച്ച് എടുത്തിട്ടുണ്ടോ, അതൊക്കെ ഇന്ന് അടിച്ചിട്ട് അതിൽ കൂടെ അവരെ പണി വരുന്ന ഷോപ്പിൽ വരുന്ന പണി ഒന്നും അച്ഛൻ എവിടെയെങ്കിലും പോകുന്ന ഷോപ്പിൽ ഫുൾ തിരക്കായി. അന്നേരം മാത്രമല്ലോ, അതുകൊണ്ട് കുറേ വീട്ടിൽ അച്ഛൻ ഇല്ല അല്ലേ. ഷോപ്പിൽ പെരുന്നാളിന്റെ തിരക്കായിരുന്നു, പെരുന്നാളിന്റെ തിരക്ക് കഴിഞ്ഞ് സ്കൂൾ തുറന്ന അതിന്റെ തിരക്കൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മളും നാളെ ചെറിയ യാത്ര പോകണം. സച്ച് നോക്കാൻ നമ്മളിപ്പൊക്കെ വരും കുഞ്ഞാപ്പി. ഇനി ഫുൾ TV തന്നെ. TV ഇട്ടതല്ല കേട്ടോ, ഓടി കളിച്ചാണ്. അപ്പൊ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ TV ഇട്ട് കൊടുത്തു അല്ലേ. അങ്ങനെ TV മൊബൈലൊന്നും കാണാത്ത ആളാണ്, പക്ഷെ നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇട്ടെടുത്ത് സൈലന്റ് ആയിരിക്കും കുഞ്ഞസ്. ഓക്കെ സച്ചു, ഇതൊക്കെ നമ്മള് ചെറിയ വെക്കാം. നമുക്ക് എത്രയുള്ള ഡ്രസ്സ്? അച്ഛൻ വന്നു കുഞ്ഞു, അച്ഛൻ വന്നു. അച്ഛന്റെ ഫോട്ടോ വണ്ടി കാണിച്ചു കൊടുക്കോ കുഞ്ഞു. അച്ഛൻ വന്നു, നോക്കണോ അച്ഛൻ വന്നു. TVയാ ലൈവായിട്ട് അച്ഛൻ വന്നു. അച്ഛൻ വന്നു. അച്ഛൻ പിന്നെ എപ്പോഴും മാസ്ക് വരില്ല. അച്ഛൻ ഒരു ഹായ് വരച്ചാ, അച്ഛൻ ഒരു ഹായ് വരച്ചാ അറിയില്ല. ഒരു ചെറിയ വ്ളോഗ് ചെയ്യണം അച്ഛൻ. അച്ഛൻ നാളെ പോകണം, പിന്നെ പ്രേക്ഷകർക്ക് അച്ഛന് അമ്മയും മക്കളെ കാണാൻ പറ്റില്ല, അതുകൊണ്ടാ. ഒന്ന് മാസ്ക് വരച്ചാ, ഒരു ഹായ് വരച്ചാ, ഇവിടെ നോക്കിച്ചാ പറച്ചാ. ചാച്ചക്ക് കറക്റ്റ് സമയം അച്ഛൻ വന്നു അല്ലേ. ചേച്ചി കാണിച്ചു നമ്മുടെ പാക്കിങ് എന്തൊക്കെയാണ് മറ്റേ ഉന്നസ് അച്ഛൻ വന്ന് എപ്പോഴെങ്ങനെയാ ചെയ്യും, ഓടിയല്ലേ. ഇപ്പൊ TV ഓഫ് ആക്കി വെച്ചു. അച്ഛൻ വെയിറ്റ് ചെയ്യല്ലേ. കുഞ്ഞു നോക്ക അച്ഛൻ എന്തൊക്കെയാ കുഞ്ഞിനെ കൊണ്ടത്. കുഞ്ഞു അച്ഛൻ എന്താ കൊണ്ടുവന്നീ നോക്ക് കുഞ്ഞിക്ക്. കുഞ്ഞിന് ചെറിയ പഴം ബിസ്ക്കറ്റ് എല്ലാം കൊണ്ടുവന്നെ. ഓടിക്കോ. ഓരോ ബിസ്ക്കറ്റ് തരട്ടെ. ഏതൊരു വീഡിയോ കണ്ടതാ. പിന്നെ ഡിമാൻഡ് ആവും. സച്ചിൻ നമ്മളെ എങ്ങോട്ടാ പറഞ്ഞത്? നമ്മള് പാലക്കാട് മാത്രമല്ലോ. എന്നിട്ട് തൃശ്ശൂർ പോകണം. കുരിയച്ചിറ. എന്നിട്ട് എവിടെ പോകണം നമുക്ക്? നെല്ലിയാമ്പതി അങ്ങോട്ടെങ്കിലും പോവാം. ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ, ഈ വീട്ടിൽ വന്നിട്ട് ഇവിടെ ആരില്ലല്ലോ. ഇവിടെ ആരും ഇല്ല. അമ്മ അങ്ങോട്ടൊരു ഇങ്ങനെയാണ് അച്ഛൻ വരല്, മാസ്ക് ഇട്ടിട്ട്. പാവം എല്ലാ സാധനവും അച്ഛൻ എല്ലാം മേടിച്ച് സമയം 9:30 എല്ലാം മേടിച്ച് അച്ഛനെ കൊണ്ടുവരില്ലേ. നമുക്ക് എന്തെങ്കിലും എന്താ മേടിച്ചത്? അത് ഇതൊക്കെ അൽവയൊക്കെയാ.
ഹൽവ വയ്ക്കുക. ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ. ഫ്രൂട്ട്സ് എന്തിനാ? ഫ്രൂട്ട്സ് അവിടെ മേടിച്ചാൽ പോരെ? അമ്മയ്ക്ക് ട്രെയിനിൽ കഴിക്കാറുണ്ട്. അതല്ല എന്ത് വേണം തന്നെ കൊണ്ടുവരില്ല അച്ഛൻ. അതാണ് അച്ഛൻ. പക്ഷെ ഞാനൊന്നും പോവില്ല, ഞാൻ എവിടെയും പോവില്ല. പക്ഷെ ഇനി പോകേണ്ടി വരും. ഇനിയിപ്പോൾ 5-6 മാസത്തേക്ക് ആ അച്ഛനെ പുതിയ ഷർട്ട് കാണിച്ചു കൊടുക്കാം. ഒരുപാട് ആൾ കറുപ്പ് 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 എല്ലാം കറുപ്പല്ലേ? ഒരു കറുപ്പ് അത് അച്ഛൻ എന്താണത് പുള്ളിയൊക്കെ ഇട്ടിട്ട് നോട്ടെ അടുത്തോട്ടെ നോട്ടെ. അച്ഛന് ഷർട്ട് കാണിച്ചു കൊടുക്കുമ്പോ അച്ഛന് ഷർട്ട് അമ്മയുടെ മാക്സി. അമ്മയ്ക്ക് എത്ര മാക്സിമം? ഇതും കറുപ്പ് ഒക്കെ ബ്ലൂ ആ പ്രിന്റഡ്. അടുത്ത് വേഗം കാണിക്കും അച്ഛൻ ഷർട്ട് തന്നെ. കഴിഞ്ഞുണ്ടോ? ഇനിയുണ്ടോ? ഒക്കെ ബ്ലാക്ക് ഇതാണല്ലോ സച്ചു. അടിപൊളി. ബാക്കി ഷർട്ടൊക്കെ അച്ഛൻ്റെ ആക്കിയതാ? ഓക്കെ. അപ്പൊ എന്തായാലും രാവിലെ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇനിയിപ്പോ ചിലപ്പോൾ ട്രിപ്പൊക്കെ പോകാൻ. അല്ല നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് എങ്ങനെയാ പോകാൻ സച്ചു? ചേച്ചിന്റെ വീട്ടിലേക്ക് ഫ്ലൈറ്റിൽ പോകണമെന്നാണ് സച്ചു. അതൊരു ഫ്ലൈറ്റിൽ കയറിയിട്ടാണ് നമുക്ക്. പിന്നെ മോൾക്ക് മരുന്നൊന്നും അവിടെ കിട്ടില്ല. അപ്പൊ എന്തൊക്കെ അച്ഛൻ പറഞ്ഞു മറ്റേ തേച്ച് മോൾക്ക് എണ്ണ തൈലം തേച്ച് പിടിക്കാണ്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ 40 മരം ധാന്യേന്ദ്ര കുഴമ്പില്ലേ അത്, 40 മരം, പിന്നെ ലേഹ്യം. അത് ഞങ്ങളിപ്പോ 1 കിലോന് മേടിച്ചിട്ടുള്ളൂ. അച്ഛൻ ആ ഷോപ്പിൽ പറഞ്ഞിട്ട് അപ്പൊ മൂപ്പന്റെ ഭാര്യ ഉണ്ടാക്കി തന്നതാ. ഇനി വേണമെന്ന് വെച്ചാൽ ഒന്നി വേണ്ടത് ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ അച്ഛൻ പോവാണ് മുന്നൂസേ. ഇനി അച്ഛനും അമ്മ ഇല്ല. ഇനി 6 മാസം ഇല്ല. ഇനി ജെംസ് ഒന്നും ഇല്ല കുഞ്ഞിക്ക്. ടി വി കണ്ട പിന്നെ എന്താണത്? ഓക്കെ അമ്മേ. ഇനി അതെന്താ മുണ്ടോ? അച്ഛൻ 3 ലുങ്കി എടുത്തിട്ടുണ്ട് തന്നെ. അല്ലെങ്കിൽ അവിടെ പോയി നിങ്ങൾ ആരോട് സംസാരിക്കും? പുറത്ത് ഇടവക്കാരൊന്നുമില്ലല്ലോ, ഹിന്ദിക്കാരൻ. അച്ഛൻ എവിടെയാ പോയില്ല? ഹിന്ദിക്കാരൻ സംസാരിക്കും. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഇല്ലേ? വീടെടുത്തു. ഓക്കെ. അച്ഛനപ്പോ എന്തായി പോയില്ലേ? ആരോട് സംസാരിക്കും? അച്ഛന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ അവിടെ. അതല്ല ഭക്ഷണമാണ് കാര്യം. അവിടെ ഹിന്ദിക്കാരാണ് കണക്ക് ഇതെടുക്കാൻ വരുന്നത് ട്രെയിനില്. എന്താണ് കഫ്റ്റേരിയ പറയാ? ട്രെയിനിൽ ഭക്ഷണം കൊണ്ടുവരുന്ന ആളെന്ന് പറയാം. അവർ നിങ്ങൾ അവിടെ ഓർഡർ ചെയ്യണമെന്നില്ല. ഏത് സ്റ്റേഷനിൽ എത്തിയിട്ട് മേടിച്ചാൽ ഇല്ല. അവിടെ സ്റ്റേഷൻ വിട്ടല്ലേ? വേണ്ട, നിങ്ങൾ ഓർഡർ ചെയ്താൽ ഫുഡ് ഓർഡർ കൊടുക്കുന്നത്. അമ്മ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ഓർഡർ ചെയ്തത്? ഹിന്ദിയിലായിരുന്നു അന്ന്. ഞങ്ങൾ പോകുമ്പോഴും അതേ ട്രെയിന്, വരുമ്പോഴും അതേ തന്നെ, വർക്കർമാരും അതേ തന്നെ. മനസ്സിലായി. കഴിഞ്ഞ വർഷം പോകുമ്പോ എന്താ വെച്ചാൽ താലി ഹിന്ദി അല്ലേ? ആ ഹിന്ദി. ഞാൻ ഇങ്ങനെ പറഞ്ഞു മലയാളത്തിലവരോട്. അവര് തന്നെയായിരുന്നു ഞങ്ങൾ പോകുമ്പോഴും. അവർക്ക് മലയാളം മനസ്സിലാവും. അവർക്ക് മലയാളം മനസ്സിലാവും. പിന്നെ കുറെ ലഗേജ് ഉണ്ട്. അത് ഛത്തീസ്ഗഡിലെ ലാസ്റ്റ്. അതുകൊണ്ട് കുഴപ്പമില്ല. ബിലാസ്പൂർ ലാസ്റ്റ് ആണ്. അപ്പോഴേക്കും ചേച്ചി നീരോടണം അവിടെ നിൽക്കും ഇറക്കാൻ. അല്ലെങ്കിൽ അത്രയും അമ്മയ്ക്ക് ആയില്ല. അമ്മയ്ക്ക് അച്ഛനും എടുത്തുകൊണ്ടുപോകില്ല. അപ്പൊ നമ്മൾ രാവിലെ 5 മണിക്ക് ഇവിടുന്ന് എല്ലാ പെട്ടി ഒക്കെ കെട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകും. അമ്മേന്റെ അനിയത്തി മേമ കുറെ സാധനങ്ങൾ കെട്ടിക്കൊണ്ടിരുന്നുണ്ട് അല്ലേ? റെയിൽവേ സ്റ്റേഷനിലേക്ക് ചേച്ചിക്കുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ കെട്ടിക്കൊണ്ടിരുന്നുണ്ട്. അപ്പൊ എല്ലാം കയറ്റി നമ്മള് അമ്മയ്ക്ക് ട്രെയിനിൽ വെച്ച് അവനെ അച്ഛനെ കയറ്റി വിടും. സ്ലീപ്പറാ ബുക്ക് ചെയ്ത്. 3rd AC 2 AC 3rd അല്ലേ? 3rd AC. കറക്റ്റ് ഇരിക്കുക, എവിടെ ഇറങ്ങണ്ട, കിടന്നുറങ്ങ. 2 ദിവസമാണ് എല്ലാവരും. നമ്മൾ 4 കൂടി പോകാറില്ല. പെട്ടെന്ന് അമ്മയ്ക്ക് ടെൻഷൻ ഇല്ലല്ലോ? ഇല്ല. അച്ഛനും ആദ്യമായിട്ടല്ലേ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് എത്ര ലോങ്? അതും ഹിന്ദി നാട്ടിലേക്ക്. അങ്ങോട്ട് വരുമ്പോ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ചിലപ്പോ ഒന്നില്ലെങ്കിൽ കാർ എടുത്ത് തരും. കാർ എടുത്ത് അത് സാറില്ല, കാർ റൈഡ് ചെയ്യാം. കാർ എടുത്ത് ഇതിനോടെ കാർ എടുത്തില്ല. ഇവിടെ പോയി പുതിയ കാർ എടുത്തിട്ട് എനിക്കെന്ത് പ്രാക്ടീസ് കുറവ്. എന്റെ ഡ്രൈവിംഗ് ഉണ്ട്. കുഞ്ഞ 3 ഞങ്ങളുടെ ഹോട്ടലൊക്കെ താമസിച്ച സ്ഥലങ്ങളുണ്ട്. നോക്കട്ടെ എങ്ങനെയാ വരിക. എന്തായാലും ചേച്ചിനെ കുഞ്ഞിനെ കാണിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഞാൻ അവിടെ എത്തും. എന്ത് പറഞ്ഞല്ലോ അപ്പൊ സ്പോട്ടിൽ അവിടെ എത്തും. അപ്പൊ എന്തായാലും ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് എങ്ങനെയാണെന്ന് അതറിഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾ അവിടെ എത്തും. അല്ലാണ്ട് അമ്മയും മക്കള് അല്ലെങ്കിൽ അമ്മയും മക്കളും ഒരു 3 വീഡിയോ ഞങ്ങൾ ഇട്ട് നോക്കും.
ഓടുന്നില്ലാതെ കണ്ട വീഡിയോ വിട്ടില്ലേ, ഞാൻ ഒരു കളി വീഡിയോ വിട്ടിട്ട് ഒരു കളിക്ക് എന്നെ കിട്ടില്ല. ഞാനിപ്പോ അമ്മ ഇനി അമേരിക്കയിലാണെങ്കിലും എന്റെ വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ ഇത്, കാരണം ചാനൽ എന്റെ ചാനലാണ്. അത്രയും ഒന്നും ഉറപ്പില്ലാണ്ട് ഞാൻ എന്റെ ചാനൽ കൊണ്ട് നടക്കുക, പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന ചാനലാണ്. അതാണ് അമ്മയും മക്കളും. അമ്മ ഇല്ലെങ്കിലും സുഖമായിട്ട് വീഡിയോ എടുക്കുമ്പോഴൊക്കെ പറയും അമ്മ ഇല്ലെങ്കിലും വേണ്ട, ഞാൻ വേറെ ആളിനെ വിളിക്കും. അത് ഞാൻ പറയും. അതെന്താ പറയട്ടെ, കുറെ ഡയലോഗ് തെറ്റിക്കുമ്പോ അങ്ങനെ പറയും. അപ്പൊ പിന്നെ അമ്മ അടിപൊളി. ഇന്ന് എനിക്ക് അത്ര ഇന്നൊരു വീഡിയോ എടുത്ത് പോകുമ്പോൾ ഇന്ന് ഞാൻ ചെയ്തത് ഒരു കോമഡി വീഡിയോ വരുന്നുണ്ട്, അല്ല എടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇത് വരുമ്പോഴേക്കും ഇടും. ഇത് നമുക്ക് അവരിപ്പോ ലേഖ 1 കിലോ ഉണ്ടാക്കി തന്നതാണ്. മോൾക്ക് തേച്ച് കുളിച്ചാൽ തൈലം പിന്നെ ഭാഗപ്പൊടിയില്ലേ എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും പ്രഷറോട് ബൈ പറഞ്ഞോളി കുറച്ച് കാലത്തേക്കാണ്. എന്തായാലും ഹാപ്പി ആൻഡ് കൂൾ എല്ലാവരും കാണണം. ഹാപ്പി ആൻഡ് കൂൾ വരാം. അമ്മയും മക്കളുടെ കാര്യം ഞാൻ ഹാപ്പി ആൻഡ് കൂൾ ഉണ്ടാവും തന്നെ. അതുപോലത്തെ ഒരു ബ്ലോഗ് എന്തായാലും ഉണ്ടാവും. അപ്പൊ അമ്മയും മക്കള് എന്തെങ്കിലും പറഞ്ഞിട്ട് അമ്മയും മക്കളും എല്ലാവരും വീഡിയോസ് കാണണം. അമ്മ ഇതിലും കാണാം. അല്ല ഇത് ചിലപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ എത്തും. പിന്നെ അവിടെ എത്തും. എന്തായാലും 3-4 മാസം കഴിഞ്ഞ് എത്തുമായിരിക്കും. 2 മാസം കഴിഞ്ഞ കുഞ്ഞു ചേച്ചി പ്രസവിച്ചു. ഓക്കെ അച്ഛ ഒന്നും കൊണ്ട് വായിച്ച അച്ഛാ. അച്ഛാ പോയോ അച്ഛാ, ഒരു മിനിറ്റ് കൂടെ അച്ഛാ. വേഗം അച്ഛാ ഒരു ബായ് പറയൂ. വേഗം അച്ഛാ. കുഞ്ഞുസേ ബായ് പറയാം. സച്ചൊരു ബായ് പറയും. ബായ് പറയും. ബായ്. ഉമ്മ തരും. ഉമ്മ കൊടുക്കും. ഒരു ഉമ്മ കൊടുക്കും. രംഗച്ചേട്ടെ കാണിക്കുന്ന പറഞ്ഞ കാണിക്ക് പറ. അമ്പല പൊട്ടിക്ക്. അച്ഛൻ വേഗം വായിച്ചൊരു ബായ് വരട്ടെ. അച്ഛാ അച്ഛൻ ഇനി മേക്കപ്പ് ചെയ്യുമ്പോഴാ. അച്ഛാ വാച്ചാ. അച്ഛാ പ്ലീസ് അച്ഛാ വാച്ചാ. അച്ഛാ ഇതാ അച്ഛാ ഒരു ബായ് വരച്ചാ. കുറെ മാസത്തേക്ക് ഇല്ലല്ലോ. ബായ് വരച്ചാ. ബായ്. ഓക്കെ അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു ഛത്തീസ്ഗഡ്. ഓക്കെ അല്ലേ? ഓക്കെ എന്നാലും ശരി ബായ്. ബൈ. ഛത്തീസ്ഗഡ്. ഇനിയിപ്പോ അച്ഛനെ ഹാപ്പി ആൻഡ് കൂളിൽ കാണാം. അച്ഛനെ ഡിമാൻഡ് ആയില്ലേ? നമുക്ക് ഒരുപാട് പണിയുണ്ട്. അവർ 4 മണിക്ക് കാണിക്കണം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ താങ്ക് യു. അപ്പൊ കുറച്ച് നേരം അമ്മ ഇവിടെ ഉണ്ടായില്ല. അപ്പൊ സച്ചു തന്നെ ആയിരിക്കും അമ്മയും മകളും എല്ലാം മരുമകളും പേരക്കുട്ടിയൊക്കെ ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ സഹകരിക്കുക. താങ്ക് യു. അപ്പൊ ഇതുപോലെ ഒറ്റയ്ക്കല്ലേ എത്ര റോളാക്കിയാ ചെയ്യുന്നത് അല്ലേ? അപ്പൊ അവർക്കൊരു ചെറിയൊരു സഹായം ഞാൻ പോയി കഴിഞ്ഞാൽ അടിപൊളി. ഡിമാൻഡുള്ള നടിയാണ് അമ്മ. നമുക്ക് ഭാഗ്യം. ഓക്കെ അച്ഛാ ബൈ. ശരി ബൈ എല്ലാവരും. ഓക്കെ 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 ഓക്കെ.